അടിമകളെ തൊട്ട് കളിച്ച അള്ള വെറുതെ വിടൂല. അള്ളയായിട്ടുള്ള എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തൗബ ചെയ്ത് അള്ള പുറത്തു വരും, ശരി. പക്ഷെ അള്ളാന്റെ അടിമകളെ തൊട്ടാൽ അതൊരു നിലക്കും വിടൂല. ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ എന്റെ മകൻ എന്റെ ഡ്രസ്സില് കറിയോ മറ്റെന്തെങ്കിലും ഡ്രസ്സിന് ചേറാകുന്ന രീതിയിൽ എന്തോ മറിച്ചെന്ന് കരുതുക. ആകെ ചേറായി, വെള്ള ഡ്രസ്സ് കൊളായി. ഇത് കണ്ടിട്ട് എന്റെ അയൽവാസികളായ 5-6 ആൾക്കാര് വന്നിട്ട് നമ്മളെ ഉസ്താദിന്റെ ഡ്രസ്സിന്റെ മേലെ നീ കറി മറിച്ചോലെ എന്ന് പറഞ്ഞിട്ട് എന്റെ മോനെ തല്ലാൻ നോക്കിയാൽ ഞാൻ എന്താ പറയല്? ഹലോ 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 5 ആളോടും വിട്ടോ, സ്ഥലം വിട്ടോ, വിട്, എന്റെ മോന്റെ കാര്യം ഞാൻ നോക്കിക്കോളും കേട്ടാ, ഹലോ വിട്ടോളി അല്ലേ? അങ്ങനെ തന്നെയല്ലേ പറയല്? യെസ്. അള്ളാന്റെ അടിമകളെ വിഷയത്തിൽ ഹലോ നിങ്ങൾ വിട്ടോ, ഞാൻ എന്റെ അടിമകളെ നോക്കിക്കോളാം. മക്കളെ നിങ്ങൾ പേടിക്കാൻ വേണ്ട, നിങ്ങൾ എന്നോട് തൗബ ചെയ്ത് ഞാൻ തൗബ സ്വീകരിച്ചതാണ്. തൗബ ചെയ്യുന്നത് ആത്മാർത്ഥതയോടെയാണെങ്കിൽ അള്ള എന്തായാലും ചെയ്യുന്നത് ആത്മാർത്ഥതയോടെ ആയിരിക്കണം എന്ന് മാത്രം. അത് കുറെ അരമണിക്കൂർ 3/4 മണിക്കൂർ ചേർക്കണമെന്ന് നിബന്ധനയൊന്നുമില്ല. മനസ്സറിഞ്ഞിട്ട് ഒറ്റ വാക്ക്, ഇതിനൊരു വാക്കൊക്കെ വേണോ? മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു വർത്താനം കൊണ്ട് പോയാൽ മതി. ചുണ്ടൻ അനക്കണമെന്നില്ല, ഉള്ളിൽ നിന്ന് യാ അല്ലാഹ് നന്നാവണല്ലോ എന്ന് മനസ്സറിഞ്ഞിട്ടാണ് പറയുന്നെങ്കിൽ